ഉല്ലാസത്തോടെയിരിക്കും. സെക്കൻഡ് പാർട്ട്, അതായത് പള്ളിയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതുമായി അനുശോചനങ്ങളൊക്കെ പറയാനുള്ള സമയമാണ്. അറിയാം, അലീഷ രാജി കഴിഞ്ഞ ചില മാസങ്ങളായി ശാരീരികമായി ഭാരപ്പെട്ടു. ഇത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഓർപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവരായിട്ടല്ല, അതിനപ്പുറമായ ഒരു ലോകത്തിലേക്ക് പ്രത്യാശ വയ്ക്കുന്നതായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുപോലെ ലിവർപൂൾ ഇടവകാരിയായ ഫാദർ ജോർജ് വർഗീസ് അച്ഛനും ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിൽ, ലണ്ടനിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി, വിവിധ ഇടവകളിൽ നിന്നായി ബന്ധുക്കളായിട്ട്, പരിചയക്കാരായിട്ട് ഒക്കെയുള്ള ആളുകൾ വന്ന് സംബന്ധിക്കുന്നു. ഇടവജനങ്ങൾ, ഒരുപാടുള്ള ആളുകൾ ഇവരൊക്കെ അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളെ അവരുടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അനുശോചനം പറയുകയാണ്. അനുശോചനം നമ്മുടെ സമയം കൃത്യമായി പാലിക്കേണ്ടത് ആവശ്യമുണ്ട്. ശുശ്രൂഷയിൽ ആദ്യ ദിവസം 3 മണിക്ക് മുമ്പായി സെമിട്രിയിൽ ചെന്ന് എറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അനുശോചനങ്ങൾക്ക് പറയുന്നവർ 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രമേ സമയം എടുക്കാവൂ. അതിനപ്പുറമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് പറയാനായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ സമയമെടുക്കരുത്. കാരണം നിങ്ങളോടുള്ളതായ സ്നേഹക്കുറവുകൊണ്ടല്ല, നമുക്ക് ഇപ്പോൾ ആദ്യമായി ബഹുമാനപ്പെട്ട ജോസ് പുനർവച്ചൻ ചില വാക്കുകൾ സംസാരിച്ച ശേഷം അനുശോചന പ്രസംഗത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ ഹൃദയം കറങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും. It is a union and reunion with Christ. In this painful situation, I would like to say that death is a promotion to the glory of God. Our Alisha is now promoted to the glory of God. According to Saint Paul, to his epistles, Philippians chapter 1, verses 21 to 25. For living is Christ to me, and death is a gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. As you all know, death is certain, but time is uncertain. This death may be assured, so we deny it. Because of our emotional reactions, we have certain depression. Dr. APJ Abdul Kalam says that we will meet again, especially in the ഇടവകയിൽ വന്ന സമയത്ത്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഈ അലീഷയെ കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിൻ്റെ ശരിക്കൊരു മാനവയായി ജീവിച്ച ഒരു മകൾ, ജീവിതം കൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ ടച്ച് ചെയ്ത ഈ മകൾ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ Alisha Moore is promoted to the glory of God. So I thank God for her life and for her faith. She had vision, she had good faith in God. On behalf of the St. John's Madhama Church UK, I express my sincere condolences. ഈ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു അനുഗ്രഹമായിരുന്നല്ലോ. ഇവൾ പാടിയ പാട്ടുകൾ, ഇവൾ പറഞ്ഞ വാക്കുകൾ, ഇവൾ കാണിച്ച മാതൃകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെന്നും നമ്മുടെ കണ്ണപുടങ്ങളിൽ അലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നീലക്കുയിൽ ചത്തുകിടക്കുന്ന സന്ദർഭത്തിൽ ഒരു കവി പാടിയിട്ടുണ്ട്: നീലക്കുയിലെ നീ മറഞ്ഞാലും എൻ ഗാനം എന്നും എൻ്റെ കർണപുടങ്ങളിൽ അലയടിക്കും. അലീഷയുടെ ജീവിതം എന്നും നമ്മുടെ കാതുകൾക്ക് മുമ്പിൽ നൃത്തം ചെയ്യട്ടെ. അവിടെ പാട്ടുകൾ, വർത്തമാനങ്ങളെല്ലാം നമ്മുടെ മനസ്സുകളിൽ എന്നും അലയടിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ, നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സെൻറ്റ് ജോൺസ് ഇടവകയുടെ ആദരണീയങ്ങൾ. ഇപ്പോൾ സെൻറ്റ് ജോൺസ് ഇടവകയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി പുഷ്പരക്തം നടത്തിയിരുന്നു. പ്രിയ അച്ഛന്മാരെ, പ്രിയപ്പെട്ട അനിഷ്ടങ്ങളുടെ പേരൻസ്,
പ്രിയപ്പെട്ട എല്ലാവരുമേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഈ നിമിഷം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി അനേക ചിന്തകൾ ഇപ്പോൾ കടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നടപടി പുസ്തകത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: God determines the exact place where you born and where you live. നമ്മൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ മാലാഖമാരുടെ സമൂഹത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത ഈ പ്രിയപ്പെട്ട മകള് ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്ക് ഏവർക്കും, അതേപോലെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ അനുഭവവും ആ കുടുംബത്തിന് വലിയൊരു കാവലുമായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട്, ആ കുഞ്ഞാടിനോടുകൂടി 144,000 പേരുടെ ഒരു സമൂഹം. ഭൂമിയിൽ നിന്ന് കുഞ്ഞാടിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട 144,000 പേർക്ക് മാത്രമേ സിയോൻ മലയിൽ കുഞ്ഞാട് ആലപിക്കുന്ന ആ മധുര മനോഹരമായ ഗാനം ശ്രവിക്കുവാൻ സാധിച്ചുള്ളൂ എന്ന് ദർശനത്തിൽ യോഹന്നാന് ലഭിക്കുന്നു. ആ കുഞ്ഞാടിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാരാണ് ഈ ഭൂമിയിൽ നിന്ന്? നമുക്കറിയാം, അപ്പസ്തോലിക സമൂഹം 12 പേര്, അതേപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ 12 ഗോത്രങ്ങളായിരുന്നു. ഈ അപ്പസ്തോലിക ഗോത്രപിതാക്കന്മാരുടെ പെരുപ്പത്തിന്റെ അടയാളമായിരിക്കുന്ന 144,000 പേരുടെ ഒരു വലിയ സമൂഹം കുഞ്ഞാടിനോടുകൂടി സിയോൻ മലയിലെ വെള്ളവസ്ത്രധാരികളായി, ശുഭ്രവസ്ത്രധാരികളായി, കുരുത്തോലകൾ പിടിച്ച് കുഞ്ഞാടിന് വേണ്ടി കീർത്തനങ്ങൾ ആലപിക്കുന്ന, ജീവിക്കുന്നവനായ കുഞ്ഞാടിന് വേണ്ടി കീർത്തനങ്ങൾ ആലപിക്കുന്നവരുടെ വലിയ സമൂഹത്തെ നാം ദർശിക്കുന്നു. ആ വലിയ സമൂഹത്തിലേക്കാണ് പ്രിയപ്പെട്ട മകള് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായി സർവ്വസാധാരണ നിർവഹണങ്ങളൊക്കെ ഈ വീടുകളൊക്കെ പാടാവുന്ന ഒരു ഗാനം നമ്മുടെ ഒരു പാവപ്പെട്ട തന്റെ പ്രലോഭനങ്ങൾ ധരിച്ചുകൊള്ളുമ്പോൾ പാടുന്നത് ദൈവത്തെ ശ്രമിക്കുന്നതാണ്. അത് മാത്രമാണ് ഇപ്പോഴുള്ള നമുക്ക് വേണ്ടി ആശംസിക്കാനായിട്ടുള്ളത്. ദുഃഖത്തിന്റെ പാഠം കർത്താവിന്റെ ജീവിക്കുന്നവനായ കുഞ്ഞാട് നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും ലാസറിന്റെ ഭവനത്തിൽ കയറിച്ചെന്ന് വിലപിച്ചിരുന്ന മാർത്തയെയും മറിയത്തെയും ഒക്കെ ആശ്വസിപ്പിച്ചതുപോലെ ആശ്വാസദായകനായ കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ആശ്വാസവും ഈ കുഞ്ഞിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ യഥാർത്ഥ ആശ്വാസം തന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. UK യൂറോപ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ സമയത്ത് ഈ UK യൂറോപ്പ് ദിനാചരണത്തിന്റെ എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലികളും പ്രാർത്ഥനയും ഈ സമയത്ത് ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ കുടുംബത്തെ ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബ്രിസ്റ്റൽ മാർത്തോമ ഇടവക ഈ കുഞ്ഞിന്റെ മരണത്തിൽ വിലപിച്ചിരിക്കുന്ന ബ്രിസ്റ്റൽ സെന്റ് തോമസ് ഇടവക അംഗങ്ങളായിരിക്കുന്നവരെ ഓരോരുത്തരെയും ഇടവക വികാരിയച്ഛനെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ നല്ല ദൈവമക്കളെയും ഈ ഓർത്തഡോക്സ് സഭയുടെ എല്ലാവിധമായിട്ടുള്ള അനുശോചനവും ആദരാഞ്ജലിയും പ്രാർത്ഥനകളും ഈ സമയത്ത് വളരെ സ്നേഹവും അർപ്പിച്ചു കൊടുക്കുകയും ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട അലീഷ മോളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ,
അലീഷ മോളുടെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന മാതാപിതാക്കളോടും സഹോദരിമാരോടും ബന്ധപ്പെട്ടവരോടും കൂടെ ഓൾ സെയിൻസ് മർത്തോമ പീറ്റർ പോറോയുടെ നാമത്തിലുള്ള സ്നേഹവും അവരുടെ പ്രാർത്ഥനയും നിങ്ങളെ ആദ്യമേ അനുശോചനവും അറിയിക്കുന്നു. വേർപാട് മനുഷ്യ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും അതിലേറെ സങ്കടവും ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ് ഇതൊരിക്കലും. നമ്മുടെ ക്രിസ്തീയ വിശ്വാസപ്രകാരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മൾക്ക് ജീവൻ നൽകുന്ന ലോകത്തിലേക്ക് അയച്ചവനായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ മാറ്റപ്പെടുന്നതായ ഒരു അവസ്ഥയാണ് മരണം എന്ന പേരിൽ നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ മോളുടെ ഈ വേർപാട് തന്നെ അയച്ചവനായ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുന്നു. അതുപോലെ തന്റെ മാതാപിതാക്കളെ വളർത്തുവാൻ നൽകിക്കൊടുത്തതായിരുന്ന അവസരം സമയങ്ങൾ കർത്താവ് കൊടുത്ത സമയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ തിരിച്ചു വിളിച്ചതാണ്. ആ ഒരു സന്തോഷത്തിൽ വീണ്ടും നമ്മളേവരും സ്വർഗ്ഗസന്നിധിയിലെത്തുമ്പോൾ നമ്മളെ കാണുകയും സന്തോഷിക്കുകയും അതോടുകൂടെ നമുക്കും ദൈവത്തിന് ഹല്ലേലൂയ പാടുവാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. വോൾട്ടേജ് മാത്രം ഇടവകയുടെ നാമത്തിലുള്ള എല്ലാവരുമായ പ്രാർത്ഥന അനുശോചനവും ഞാൻ ഡോക്ടർ ബിജു ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ 8 വർഷം 9 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. നമ്മളുടെ എല്ലാ പ്രോഗ്രാമുകളിലും വളരെ ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കുകയും ഓരോ കാര്യങ്ങൾക്കും ഡാൻസ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളോട് വളരെ കാര്യമായി സംസാരിക്കുകയും ചെയ്യുന്നൊരു കുട്ടിയാണ്. ആ കുട്ടി നമ്മളെ വിട്ടുപോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഞാനും. ദൈവം ഫാമിലിക്ക് എല്ലാ സുന്ദരങ്ങളൊക്കെ. ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഇതുപോലെ ഫാമിലിയുടെ ഈ അവസ്ഥയിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2014 തൊട്ട് ഉണ്ടായ എല്ലാ സമയങ്ങളിലും 2 കൂട്ടായ്മകളാണ് പ്രധാനമായിട്ടും. ഒന്ന് പ്രസിഡന്റിലുള്ള പള്ളിയെ ഇവരുടെ പള്ളിയോട് കൂടുതൽ സഹകരിക്കുകയും അവർ സമ്പൂർണ്ണമായും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അവരോട് ഞാൻ ഈ ഫാമിലിക്ക് വേണ്ടിയും ഞങ്ങളുടെ അസോസിയേഷന് വേണ്ടിയും നന്ദി പറയുന്നു. പിന്നെ ഗ്ലോസർഷെയർ മലയാളി അസോസിയേഷനുള്ള മറ്റുള്ള ആളുകൾ അവരുടെ അടുത്ത ബന്ധുക്കളെ പോലെയൊക്കെയാണ് അതിനേക്കാളും കൂടുതലായി അവരോട് സഹകരിക്കുകയും അവരുടെ ഈ യാത്രയിൽ അവരെ കൂടെ നടക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. അലീഷ മോൾ നമ്മളെ വിട്ടുപോയിട്ടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയല്ല. ഞങ്ങളുടെ മതപ്രകാരം ആത്മാവിന് മരണമില്ല. നമ്മളുടെ ഈ ദേഹം എന്ന് പറയുന്ന ഒരു ജീർണവസ്ത്രം അത് മാറി ഈ ആത്മാവ് വേറെ ലോകത്തേക്കോ വേറെ ശരീരത്തിലേക്കോ ഉണ്ടാവും. അലീഷ മോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന St. Gregory Primary School head teacher, Mrs. Blanche. Attended St. Gregory's Primary School for 7 years prior to moving to Denmark Road School last September. We have been saddened by her death and would like to share some memories and messages about Alicia. These have been taken from the memory wall which we have set up in our school chapel. One of her teachers shared that it was a pleasure to have taught you over 2 years. Your smile lit up the classroom. You will be missed always. You were a wonderful helper and such a kind and beautiful girl. Another member of staff wrote, "It was a privilege to have known and taught Alicia. Her natural enthusiasm and exuberance made her a joy to be around. She was such fun in my French lessons that she brought the other children along with her. Such a lovely, lovely girl." Another message said,
I'll always remember your beautiful, radiant smile. We lost a true star in the making, and heaven gained an angel. Shine bright, Alicia. Many children have written a great deal of many prayers. They're here for you. And these are summarised in this one. Dear Lord, look after Alicia in heaven. Please make sure she has a good time and give her help and support if she needs it. She will always stay in our hearts, and she will always be our friend, watching over us. Sleep tight in heaven. Mr. Jace John, Cardiff Marthama Congregation വേണ്ടി പറയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ ദിവസവും മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നും ഈ കുടുംബത്തോടു കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ തോന്നുന്നതായിട്ടുള്ള ഈ ഒരു ചെറിയ ശൂന്യത തുടർന്നുള്ളതായിട്ടുള്ള നാളുകളുടെ ദൈവത്തമ്പരാൻ നമുക്ക് നമ്മുടെ കൂട്ടായിട്ട്, നമ്മളുടെ ഒരു സുഹൃത്തായിട്ട്, നമ്മുടെ ഒരു കുഞ്ഞായിട്ട്, നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. ആ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ദൈവത്തോട് തുടർന്ന് പ്രാർത്ഥിക്കുന്നു. പാടിയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരുള്ളതായിട്ട് ആശ്രമം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തലകാലത്ത് മാർഗസ്വരവികാരിയാണ് ചെയ്യുന്നു. വർഷം പറഞ്ഞ് ഇപ്പോൾ തിരുമേനി വന്നു, മോളുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച തിരുമേനി അവിടുന്ന് മാഞ്ചസ്റ്റർ വന്നതിന് ശേഷമാണ് അവിടെ വന്നത്. ഇന്നത്തെ സർവീസിൽ തിരുമേനി വന്നു പ്രാർത്ഥിച്ചു. പിന്നീട് മോൾ പള്ളിയിലൊക്കെ വരുന്നുണ്ട്. കുറേ ബെറ്ററായി എന്നൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഖമായല്ലോ, ദൈവം പ്രാർത്ഥന കേട്ടല്ലോ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ന്യൂസ് കേട്ടത്. ഭയങ്കര വിഷമമായി. ഈ പ്രായത്തിൽ ഈ കുഞ്ഞിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത് നമുക്ക് ഏവർക്കും പ്രയാസം, വേദനയും ദുഃഖവും ഈ കുടുംബത്തിന് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ, ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനിശ്ചയത്തിന് അവരെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് സഹായിക്കട്ടെ. യുവ പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവം നാം നോക്കപ്പെടുത്തേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന അറിയിക്കുന്നു. അതോടൊപ്പം എൻ്റെ ഇടവഴിക്കുന്ന എൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ട്രിസ്റ്റി മിഷനൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അന്മായ ശുശ്രൂഷനുണ്ട്. അത് കൃത്യമായിട്ട് മുമ്പോട്ട് വന്ന ഇടവേണ്ടി മിസ് ജോളിയാണ് സെക്രട്ടറി വിശ്വാസം രേഖപ്പെടുത്തുകയും ജോളി എബ്രഹാം ട്രസ്റ്റി അത് വിദ്യാമത്തായി Minu Shirley, Vermont, Northwest Birmingham. Minu Shirley. We came to know about Alicia through Johnson, and we had the privilege to meet her one day. Even though I couldn't personally go and talk to her, we saw you in the service. And Katie Johnson stayed with us one day, and he explained the visions that she had and the amazing discovery that she was making and the wonderful testimony that she was to this church. And I
used to sit and pray, Lord, only if I could just catch a glimpse of what she is seeing in that eternity, that would be awesome. And I was always wondering and I was struck by how her faith was growing, and the things that have been told really touch her heart. And I know as a church and as a parish, Herman Martinez we always remember her in our prayers, and they were just thanking God for the faith that she had. And the wonderful testimony that she is to the Bristol Martinez Church and her family. And on behalf of Herman Martinez Church, we express our sincere condolences, and we remember you guys in our prayers and thoughts. And the only hope we have is that she is with Lord, who has called her to be with Him, and one day we'll get to meet her. And that's the faith and that's the promise that He has given to each one of us. And I truly hold on to that as a parish. We express our sincere condolences this time. I invite the parish and officials to come forward and thank you. Time. Alicia always came up with the cheesy steps in our dances. In school, whenever we had a little fight between our friendship group, she always found a way to make everyone happy and solve the situation. Alicia was gifted with many talents, including sports, dance, public speaking and storytelling. Everyone thought of her as a multi-talented girl. She was a competitive person who wanted to attend various types of club in school and out of school. Alicia set herself lots of goals for the future. Alicia was a very compassionate person and wanted to help those who were needy. In order to complete this task, she wanted to be a doctor. As well as being a doctor, she wanted to be an athlete. Alicia was also a very good person. She competed in many races at school, as well as the Prince of Wales. She has dreamt of being in the Olympics and making her country proud. Alicia was a really friendly person. She made friends very easily with those around her, and everyone in her form loved her. They all miss her, especially Miss Creek, who unfortunately couldn't be here with us today. When she first got into Denmark Road, I was really happy and couldn't wait until the next school year began. She loved writing stories and she was very imaginative. When she first had back pain, she always took it as a joke in our dance class, and she continued to enjoy dancing. Later, when she was diagnosed with cancer, I couldn't believe it. Neither could anyone else. Alicia was admitted in Bristol Hospital. I was nervous about visiting her and didn't know how to face and what to talk to Alicia. When Alicia was sent home from Bristol Hospital, I went and visited her. She spoke to me happily and looked like a perfectly healthy person. We always talked about school, our friends, and a little gossip as well. When she got her new tab to play on, she said, "These are the perks of being ill." Alicia was blessed to see our Almighty God in heaven. She explained every bit of detail to us. Personally, I was not that much of a strong believer, and when Alicia talked about heaven, I was amazed. I thought to myself, how can Alicia know this much detail about heaven, like it said in the Bible? She made me believe in God and in heaven as well. She brought so much hope in my life, and I thank her for it. When she went back to school, she always joked about how she didn't need to climb the stairs. When I heard that she got a bit serious, I was really worried and upset. However, when I went and visited her, she spoke to me with her big smile, as she always does. Although Alicia was going through a hard time with all the pain and discomfort, she always cared for her family more than herself. Alicia was very close to my dad. She had a very important decision to make. God showed her the future and she rightly chose heaven. He spoke to me about how there was eternal peace in heaven when she was with God. In her last moments, she knew that it was time to say goodbye to all of us. She called me in her prayers and held her hands and gave us one last smile.
She wouldn't let go of her loved ones. She asked my mum to turn her around by the picture of Jesus Christ is face. She passed away peacefully. Although she brought similar sorrow to her family, we believe that she chose heaven for a good reason, and I know that she is happy in the hands of God. I consider that Alicia will not allow a single thorn to harm any of us. She will forever remember you, my darling sister. Although Alicia has gone from us, her soul is still living. As I said before, she always brings a smile to our faces, and that special smile will never go away from our memories. She will also be in our hearts. Alicia is in heaven watching over me and all of us. Rest in peace. ഇനിയും ബ്രിസ്റ്റോൾ സെൻറ് തോമസ് ഇടവകയിലെ പ്രിയപ്പെട്ടവരുടെ അനുശോചനം അറിയിക്കാനുള്ള സമയമാണ്. ആദ്യം സൺഡേ സ്കൂൾ ഹെഡ് ടീച്ചർ മിസ്സസ് ജിനീസ. Everything there is a season, and a time to every purpose under heaven, a time to be born and a time to die, a time to plant, a time to pluck up that was planted, a time to weep and a time to laugh, a time to mourn and a time to dance. We are here today to pay our tributes and respect to our dear and loving Alicia. We've also come together as a worshipping community to show our love and support towards Rajiv and Dina, Amisha and Anisha, and to surround them with our love, our prayers and faith. I stand here to pay my respect on behalf of Sunday School Bristol. I've had the opportunity to be with her for a short but sweet and memorable time. I have known her as a very bold, God-fearing, humble witness to the children around her in the Sunday school and to the people around her. Amidst her pain, there was always a smile on her face. On one occasion, I can recollect when she very happily offered herself to look after my little child at the church so that I could go for my lunch. Her cute smiley face, gleaming out of joy during the conversation, is still crystal clear in my mind. In light of how desperately Alicia was wanted and loved by her parents and sisters as well, everyone here today, it's difficult to understand why her life had to end so soon. It's nearly inconceivable that a loving God would allow a young child to become ill and suffer, let alone die. When you look at it that way, it's easy to be angry with God for taking back the gift He gave. However, I chose to look at it another way. God gave Alicia to Rajiv and Dina to take care of her for a short time, to know the joy of being with her. When Alicia became ill and her suffering was too much to bear, He scooped her up to heaven and all her suffering was gone. They feel the loss today, but they know their God is bigger than their disappointments, and His comfort, peace and strength will see Him through. As I stand here, I have every confidence and hope that as we say goodbye to Alicia with heavy hearts and tears in our eyes on this earth, the same Jesus who took little children in His arms has received Alicia with open arms into His bosom and blessed her, welcoming her with great joy and rejoicing into heaven, where there is no more death, no pain, nor sorrow or crying, and we all would see her one day on the other shore. I would like to conclude my words with a small poem. God saw her getting tired, a cure was not to be. He wrapped her in His lovely arms and whispered, "Come with me." She suffered much in silence, her spirit did not bend. She faced her pain with courage until the very end. She tried so hard to stay with us, but her fight was not in vain. God took her to His loving side and freed her from all her pains. Thank you. രാജീവ് അംഗമായിരിക്കുന്നത് ഗ്ലോസ്റ്റർ സിൻഡൻ പ്രയർ ഗ്രൂപ്പിലാണ് ഇടവകയുടെ. ഗ്ലോസ്റ്റർ സിൻഡൻ പ്രയർ ഗ്രൂപ്പിന് വേണ്ടി മിസ്റ്റർ ഉമ്മൻ എബ്രഹാം അനുശോചനം. Will be His people, and God Himself will be with them as their God. ഇതാ
മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. കഴിഞ്ഞ 9 മാസക്കാലം അലീഷ മോളുടെ ജീവിതം ഒരു വിശ്വാസ യാത്രയായിരുന്നു. വേദനയിലും ദുഃഖത്തിലും കുരിശിൽ തുറന്ന കരങ്ങളിലേക്ക് നോക്കി വെളിച്ചം കാണുവാൻ ദൈവം അലീഷ മോളെ സഹായിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അലീഷ മോൾ ഒരു താങ്ങും തണലുമായിരുന്നു. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വെല്ലുമ്മച്ചിമാരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അലീഷ മോൾക്കും കഴിഞ്ഞു. രോഗവിവരം പൂർണ്ണമായി അലീഷ മോൾ അറിഞ്ഞ അന്നു മുതൽ സകലതും യേശുവിൽ പ്രത്യാശയോട് ദൈവഹിതത്തിന് സമർപ്പിച്ച് അലീഷ മോളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ തൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ പലതവണ ശ്രദ്ധിച്ചു. അതിൻ്റെ ഉള്ളടക്കം മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും അവളുടെ ഹൃദയം ഒരുക്കപ്പെട്ടതായിരുന്നു. പ്രിയപ്പെട്ട അലീഷ മോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് രാജീവിൻ്റെ ഭവനത്തിൽ രാവും പകലും എന്നും പ്രാർത്ഥനയുണ്ടായിരുന്നു. വളരെ കുറച്ച് ദിവസമേ അവൾ കഠിനമായി വേദന അനുഭവിച്ചുള്ളൂ. ആ വേദന പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമായിരുന്നു. 25 ജൂൺ അവൾ കോമ അവസ്ഥയിലായി. എന്നാൽ അടുത്ത ദിവസം പ്രാർത്ഥനയുടെ മധ്യത്തിൽ അതിരാവിലെ 4 മണിക്ക് അലീഷ മോൾ കണ്ണു തുറന്നതായി ബീന എനിക്ക് ഫോൺ ചെയ്തു. അതേ ദിവസം 11 മണിക്ക് ഡോക്ടേഴ്സ് വന്നപ്പോൾ അവൾ സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നീടുള്ള മണിക്കൂറുകൾ അവളുടെ ഒരുക്കം ശാശ്വത ഭവനത്തിലേക്കുള്ളതായിരുന്നു. അന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുവാൻ അലീഷ ശ്രമിച്ചു, എന്നാൽ സാധിച്ചില്ല. ആ പുസ്തകം സ്വന്തം കിടക്കയിൽ വെക്കുവാനായി ആവശ്യപ്പെട്ടു. അലീഷയുടെ വിശ്വാസ ജീവിതത്തെപ്പറ്റി ഒരു ട്രിബ്യൂട്ട് നോട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അലീഷയുടെ 12 വർഷത്തെ ജീവിതം ഒരു ദൈവിക പദ്ധതിയാണ്. വെളിപാട് പുസ്തകത്തിലെ ദർശനം മരണത്തിനപ്പുറമായി യേശുവിനോടുകൂടെ ഒരു ജീവിതമുണ്ടെന്നുള്ളത് സമൂഹത്തിനും കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകിയ സുവിശേഷമാണ്. അനേക സെമിത്തേരികളിൽ, ലക്ഷക്കണക്കിന് കല്ലറകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്നാൽ അലീഷ മോളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ 12 വർഷത്തെ ജീവിതം ഇതിനുള്ള ഒരുക്കമായിരുന്നു. ക്രിസ്തുവോൾ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയ്ക്ക് വേണ്ടി സെക്രട്ടറി മനോജ് സ്റ്റാർ. Respected clergy and my dear brothers and sisters in Christ, on this occasion of the funeral of our beloved Alisha Moore, I would like us to consider what a wonderful person she is. Yes, I meant is, not was, because that is the destiny of Alisha and every believer according to the Holy Scriptures. Simple faith, implicit trust, and joy in Jesus Christ are the qualities that the Holy Scriptures identify as the mark of a child of God. These are to such a degree as Alisha Moore. We remember Alisha as a glowing, bright spark with a typical childlike innocence and exuberance. As a student, Alisha was a keen runner and participated in many cultural activities while maintaining her very high academic standards. A true all-rounder, Alisha was never one to shy away from an event.
She always volunteered her participation, whether it be during the Vacation Bible School or in local Malayali Association-led cultural programs. She displayed her gift of oratory and elocution. She took her joy to her audiences through drama and rhythmic dance. With so many gifts and talents, Alicia was always destined for great things. However, like Abraham, Joseph, David, and so many Bible heroes, her path to holiness and glory needed to go through its toughest challenge. The news of the diagnosis last September shook the whole community to its core. Both young and old alike were united by an overwhelming desire to see Alicia Mould set free from the shackles of the disease. Alicia herself displayed a strength and fortitude that can only be admired. Her approach was to confront her adversary by spending her time exploring the depths of the Word of God and by cherishing her relationship with family and friends. Her parents and family deserve special mention for giving Alicia the godly training that had prepared her for this hour of need. It is a testament to all parents sitting here about influence of a parent's godly example in a child's life. She studied the scripture and took time to discuss her thoughts with our then Vicar, Reverend K.P. Johnson. During a particular prayer meeting, Reverend Johnson mentioned Alicia's great desire to learn from the biblical story of the healing of Jairus' daughter, who was also 12 years old when she died. Alicia was fascinated by this story and how Jesus Christ was glorified by the little girl. In the story, Jesus arrives at a house full of mourning and famously declared, "Weep not, she is not dead, but asleep." He said this before stretching forth his hand and lifting up the child back to life. It was clear that the Holy Spirit was doing his work in her life. From time to time, Alicia's spiritual experience transcended the physical realm. The transformation that she was undergoing was clear to all who came across her. Although wheelchair-bound and physically weak, Alicia exuded her divinely gifted grace through the simplest of her actions and smile. In the face of uncertainty, Alicia lived out her master's command to be of good cheer, for I have overcome the world. She was the strength of her family and the comfort of those interceding for her. There is no doubt that she was experiencing what Jesus called the peace that transcends understanding. The scripture is also very emphatic that no eye has seen, no ear has heard what God has prepared for those who seek Him. So we do not weep as those without hope, but we do believe that hers will be the blessing of being raised to eternal life by her Master's own hand on the last day. Dear Rajiv, Beena, Amisha Mould, Anisha Mould, and all family members, words cannot express the sadness we feel for you in dealing with the temporary loss of Alicia Mould. On behalf of St. Thomas Marthoma Church Bristol and each of its members, let me express our heartfelt condolences to all of you. We pray that in this time of loss, you will feel God's love much more, and that you will find comfort in the presence of the Lord. We pray God pours upon you His sweet, amazing grace, and overflow your heart with peace. Let us live in the divine hope that we will meet Alicia Mould one day on that beautiful shore. Now let me call upon the officials of St. Thomas Marthoma Church to lay the wreath on behalf of the parish. Let me also read a condolence message from our former vicar, Reverend K.P. Johnson, who is serving in India right now. യാത്ര ചെയ്യും ഞാൻ യുദ്ധം ചെയ്യും ഞാൻ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവ
അന്ത്യശ്വാസം വരെയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ ഈ നമസ്കാരവും ഈ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. Let us join in the Lord's Prayer. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done. Give us this day our daily bread. Forgive us our offenses, forgive those who sin. Lead us not into temptation, but deliver us from evil. For thine is the kingdom, the power and glory, forever and ever. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാലാദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കവളടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാത്കളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ചു പോർപ്പെടുത്തിയിരിക്കുന്ന ഈ നിന്റെ കുഞ്ഞിന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കരുപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരോരോന്ന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ സകല അസ്ഥികളുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നിന്റെ സകല അനീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു, നിന്റെ സകല വേദനകളെയും അവൻ സൗഖ്യമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകത്തക്കവണ്ണം വരയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കത്തക്കവണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടുകൂടി തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു.
യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരകൾ നിന്ന് കരയിച്ചവനും മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവനുമായ മശിഹാദം പുരാനെ, ഈ മകളുടെ സൗസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ആരാധനയും എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലത്തിന്റെയും ഉടയവന്മാരുടെയും ശരീരങ്ങളെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മനുണ്ടാക്കുവാൻ ജീവനോടിരിക്കുന്നവർക്ക് നടത്തുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവരും അതിൽ മേഖലവാചകമേ ബലവാനും കണ്ണുള്ളവരുന്നയാലുവാനാമേ കൽപ്പനപ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന ഈ പൈതൽ ദേശസംസ്കാരത്തിന്റെ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷകളുടെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ പൈതൽ സമാഹാരത്തിൽ മഹത്വജെത്തുകയും എന്റെ വിശുദ്ധന്മാരുടെ വാസ്തവങ്ങളിൽ എന്റെ കൽപ്പന പ്രമാണിച്ചിട്ടുള്ള പുണ്യകാലം വിശുദ്ധമതികളോടുകൂടെ ചേരുകയും മാലാഹമാരോടുകൂടെ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞു പറയാതെയും മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാവങ്ങളും നിറയുടെ പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ സ്നേഹം പോലെ നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ പൂർണ്ണ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തോണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള പരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹാചരിക്കുകയും നിന്റെ പരിസര കൂട്ടത്തിൽ നിന്റെ പിതാവിനും പരിസര സഹായിക്കും സ്തുതി സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനും നൊഴികെ മരനിൽ നിന്നോമേ ഉച്ചവരെയും ഉണവാച്ചവരെയും ഓടിയാവൻ പാപികളെ തേടി നാടന്നോ ദീപമുള്ളതിന്റെ വനിവെള്ളത്തിന്റെ ഐശ്വര്യം കൊണ്ടും ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കവറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂവും സൗലഭ്യമായിരിക്കുന്ന കർത്താവേ, എന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വിജ്ഞാനവും പാവപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനായി സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയപ്പോൾ എല്ലായ്പ്പോഴും തന്നെ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം.
കളഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചേ അടിയ പാപം ചെയ്തതിനാ ലംഘന നരകത്തിൽ കൈവഴിയരുതേ നീ കരുണാമയേ. ഉന്നതരാദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും മഹോന്നതനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധമനോഹാരിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നിന്റെ മകളെ കുറിച്ച് ലഭിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവിടെ കുടുംബക്കാരെയും ഛാത്രക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തുമാറാകണമേ. കണ്ണുകളില്ലാത്തതും ചെവികളില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുങ്ങിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ നിന്റെ മകളെ നീ അവകാശിയാക്കുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവീനെന്നുള്ള സന്തോഷനൃത്തം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. കോശോ ലവനമീ തിരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചുവതാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കു തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവൻ കർത്താവേ, നീ ആയിരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. സാധനം ദൈവത്തിന് മഹത്വവും തൻസുതനും പരിശുദ്ധാരൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ, ആമേൻ. കർത്താവേ, പുനരുദ്ധാനത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മണവറയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവപുത്രൻ തന്റെ സൈന്യങ്ങളെ ആയിരങ്ങളോടും 10,000 കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടാത്തവൻ ആരുള്ളൂ? രാജാവ് തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തന്റെ മുൻപാകെ ഒന്നിച്ച് കൂടുകയും സർവഭൂമിയുടെയും ഒരച്ച മുതൽ മറ്റേറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിക്കുന്നു. അവിടെ ഇടതുഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കപ്പെടുന്നു. ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുവീനെന്ന് അരുളി ചെയ്യുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തന്റെ മുമ്പാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായുള്ളോവേ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ
ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. തന്റെ പുത്രനെ അയച്ച പിതാവിനെ മഹത്വം, മരിക്കുകയും ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്ധാരോഹായിക്കും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉന്നതനായ മരിക്കുകയും മരണത്തെ കൊല്ലുകയും മരണ ദിവസവും കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമെല്ലാം മനുഷ്യന് ഒരു പാനീയമാകുന്നു. നാലത് യൗവനപ്രായത്തിലായാൽ അധികം കൈപ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹം സഹായിക്കുന്നില്ല എന്ന പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവരും അവനവനവർ ചേർത്ത് ലഭിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും തിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നതായ യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചതിനാ ജീവിക്കുകയും മകന്മാർ എഴുതുകയും അവർ രാജ്യാവകാശമായി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വീട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേശാവാത്രേ. സുഖത്തിൽ നിന്നൊഴിയുന്നോ ഒരുത്തനുമില്ല, ആയതിന്റെ അധികാരത്തിൽ നിന്നൊഴിവോനുമില്ല. ഉത്തരമുള്ള മർത്യത്തിനും വരുത്തിയിടണമേ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടുകൂടി പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായും മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്ത് കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. Let us all rise for the gospel reading. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹായെ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വന്നവന് വരുവാനും നമ്മുടെ തന്റെ അനുഗ്രഹങ്ങളുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. സ്വർഗരാജ്യം തങ്ങളുടെ ദീപയിഷ്ടികളെ എടുത്ത് മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപശികളെടുത്ത് എണ്ണ എടുത്തില്ല.
ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപേക്ഷകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രിയിൽ ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുവില്ലെന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപേക്ഷകൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിലടക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു, കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ ക്രിയലായ സ്വനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജഗത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനുമായ മശീഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിർമ്മിച്ചവനായ ഞങ്ങളുടെ മനുഷ്യനാഥം വരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മനുഷ്യനാഥം വരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സർവവിശ്വാസികളോടും കൂടി ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാൻ സർവസന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പിതാവിനെ സന്തോഷം വരുന്നതിന്റെ പ്രകാശമുള്ളവരെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായ ചൊല്ലണം. We speak of death as a departure. Heaven called it is an arrival. We call death as a good spectre. Heaven called it as an angel of life. We call it separation. Heaven call it reunion. We call it the grave. Heaven call it the gateway. We say goodbye here, but for the Christian, it is indeed sunrise with Jesus for eternity. എവിടെയോ വായിച്ച കവിതാ ഒന്ന് വായിച്ചപ്പോൾ വീണ്ടും ഇവിടെ വായിക്കണമെന്ന് തോന്നി. എത്ര അർത്ഥവത്തായ വാക്കുകളുണ്ട്. മരണം കടന്നു കിടന്നാണ് എല്ലാവരും അറിയാം. തിരിച്ചു വരാത്തറിയാം. പക്ഷേ സ്വന്തം പറയുന്നത് ഇതോ യോജിച്ചാണ് നാം പറയും. മരണം മറച്ചുവെക്കപ്പെട്ട ഒരു മായ രൂപമാണ്. പ്രകാശത്തിന്റെ മാലാഖയായ ഇതിനെ കാണുന്നതാണ്. എന്നേക്കുമായിട്ടുള്ള വേർപാട് മരണത്തെ കാണുമ്പോൾ സ്വർഗം അതിനെ പുനഃസ്ഥാപനമായി കാണുന്നതാണ്. ശവക്കുഴി എല്ലാം അവസാനിച്ച് നാം കാണുമ്പോൾ സ്വർഗ കവാടത്തിലേക്കുള്ള പാതയായി സ്വർഗം അതിനെ കാണുന്നതാണ്. നാം അവർക്ക് ഗുഡ് ബൈ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുകൂടിയുള്ള
നിത്യവാസത്തിൻ്റെ സൂര്യോദയമായി സ്വർഗം അതിനെ കാണുന്നു. വർണ്ണീയ വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അലീഷയായിട്ടുള്ള സ്നേഹത്തിൽ അവസാനമായി യാത്ര പറയുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുമേ, ഇന്ന് ഇവിടെ നന്ദി പറയണം എന്നുള്ളത് ഔപചാരികത പേരിൽ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് 9 മാസങ്ങൾക്ക് മുമ്പ് ഡയഗ്നോസ് ശേഷം ഇന്ന് വരെയും പല രീതിയിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാ രീതിയിലും സഹായിച്ചുള്ള നന്ദി അലീഷയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അറിയിക്കാനുള്ള അവസാന അവസരമാകുന്നുണ്ട് ഇത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്ത കടമ, പല രീതിയിൽ ചെയ്ത ചെറുതും വലുതുമായി ചെയ്ത എല്ലാത്തിനും എന്നും കുടുംബമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഇവിടെ സമൂഹ യുകെയിലുള്ള എല്ലാവരും ഒരേ പ്രായത്തിലുള്ളവരാണ്, മിക്കവാറും എല്ലാവരും. ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾക്കും ഇവരെ അവരുടെ ദുഃഖത്തിൽ നമ്മുടെ ആ ഒരു ദുഃഖത്തിൻ്റെ വില, ആ ഒരു വലിപ്പം മനസ്സിലാക്കുന്നു. ഞങ്ങളോടൊപ്പം കുടുംബത്തെ സഹകരിച്ച എല്ലാവരും നന്ദി ഔപചാരികത പേരിൽ അറിയിക്കുവാനാണ് എന്നെ കുടുംബമായിട്ട് ഇവിടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അലീഷ കൂടി നടക്കുന്ന ബ്രിസ്റ്റോൾ മാർത്തോമ ഇടവക ബഹുമാനപ്പെട്ട KP ജോൺസന്റെ അനുശോചനം നമ്മളെ അറിയിക്കുകയുണ്ടായി. ഇവിടുന്ന് ബ്രിസ്റ്റോൾ ആശുപത്രി ദൂരെയാണ്. അന്ന് ആശുപത്രിയിൽ രാജീവ് കുഞ്ഞിനെ കൂടെ ഇവിടെ ചെല്ലുന്ന അന്ന് മുതൽ യാത്രയാകുന്ന അന്ന് വരെയും ആ കുടുംബത്തിൽ പല പ്രാവശ്യം കടന്നിരുന്ന കുടുംബമായിട്ടും മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളെയും സംഘടനകളെയും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന ആ കുടുംബത്തിന് വേണ്ട എല്ലാവിധ ആത്മീയ പിന്തുണയും നൽകുന്നതിന് വളരെയധികം യത്നിച്ചു. ബ്രിസ്റ്റോൾ മാർത്തോമ ഇടവകയോട് ഇന്ന് കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കടന്നു വന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ഡി മാത്യു അച്ഛൻ, ഇന്നുവരെയും അച്ഛന് നമുക്കറിയാവുന്ന കഴിഞ്ഞ ആഴ്ച സുഖമല്ലാതിനു കൂടി എല്ലാ കാര്യങ്ങളും വേണ്ട നേതൃത്വം നൽകി സഹകരിച്ചു, ആളുകൾ തന്നു. അച്ഛനോടുള്ള പ്രത്യേക നന്ദി കടപ്പാട് ഞാൻ ഈ സമയം അറിയിക്കട്ടെ. അതുപോലെ അലീഷയുടെ പഠിച്ച സ്കൂളിലെ ഹെഡ് ടീച്ചർ എന്നിവിടെ അനുശോചനം അറിയിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ അനേകരുണ്ട്. 38A വാർഡിലെ സ്റ്റാഫ് മെമ്പേഴ്സ്, BRI ഹോസ്പിറ്റലിലെ, അതുപോലെ കമ്മ്യൂണിറ്റി നേഴ്സായ ഡോക്ടർ മിസസ് ഹെലൻ ക്ലെയർ ഹാരിസൺ, അതുപോലെ ചികിത്സകൾക്കെല്ലാം നേതൃത്വം നൽകിയ ഡോക്ടർ ഹെലൻ റീസ്, പ്ലേ സ്പെഷ്യലിസ്റ്റ് മിസസ് ഡെമി, എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഡെൻമാർക്ക് ഹൈസ്കൂൾ ഫോർ ഗേൾസിലെ എല്ലാവരോടും ഞങ്ങൾ എന്നും കടപ്പാടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. I take this opportunity to express my sincere thanks to all the staff of BRI Hospital, everybody in Denmark High School of Girls, head teacher Mrs. Blanche, and all the teachers, classmates, all of the students. And especially today we go to this church for this funeral service. We are very thankful to this church, Vicar, Father Paul Brandon, and all the committee members, and all the members of the church this time for all your support for everyone and the care you extended in this difficult time. On behalf of family, I express my sincere thanks to everyone. ഇന്ന് ഈ സൂക്ഷിക്കുന്ന നൽകിയ ഫാദർ ജോസ് പുന്നമടം, ജോസ് പുന്നമടം സെന്റ് ജോൺസ് ഇടവികാരി ലണ്ടൻ, അതുപോലെ മാഞ്ചസ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഇടവികാരിയായിട്ടുള്ള അലക്സാണ്ടർ തരകനച്ചൻ, ലിവർപൂൾ ഓക്സ്ഫോർഡ് ഓർത്തഡോക്സ് ഇടവികാരി ഫാദർ ജോൺ വർഗീസ്, സീനായി മാർത്തോമ ചർച്ച് ഓൾ സെയിൻറ്റ്സ് പീറ്റർബറോ വികാരി ഡോക്ടർ തോമസ് ഫിലിപ്സ്, അതുപോലെ ഹെർമോൻ മാർത്തോമ ചർച്ച് പ്രതികരിച്ചെന്ന് അവിടുന്ന് പ്രസംഗിച്ച മിസസ് മിനു ഷെറി, അത് വികാരി വിനോദച്ചൻ, മറ്റുള്ള സുഹൃത്തുക്കൾ സംഘടനകളെ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ സെന്റ് തോമസ് മാർ ഓഫീസുകളിൽ പ്രതികരിച്ചുള്ള ചുമതലക്കാരും സംഘടനാ പ്രതികളും ബ്രീഫൊക്കെ സംബന്ധിച്ച ആദരവും നമ്മോടുള്ള കടപ്പാട് പ്രകടിപ്പിച്ചു. എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. ഏറ്റവും അധികം ഈ ഒരു മാനുഷികമായ മനുഷ്യർ അസാധ്യമെന്ന് വിധിക്കപ്പെട്ട് വിധി എഴുതിയ സമയങ്ങളിൽ താങ്ങാവുന്നതിലപ്പുറമായ സങ്കടത്തിൽ താങ്ങായി നിലനിന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും മാത്രമാണ്. അതിൽ രാജീവിനോട് സംസാരിച്ചപ്പോൾ രാജീവ് പറയുകയുണ്ടായി, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതുമായ വ്യക്തികൾ 200-150 മൈലുകൾ ദൂരെയുള്ള ആൾക്കാർ പോലും വിളിക്കുകയും നാട്ടിൽ നിന്ന് ആരെങ്കിലും പ്രാർത്ഥനാ പുരുഷന്മാരോ അച്ഛന്മാരോ മറ്റു വന്നിട്ടുണ്ടെങ്കിൽ രാത്രി 12 മണിക്ക് വരെയും തനിക്ക് ഒരു പരിചയമില്ല, രക്തബന്ധമില്ല, ഒന്നുമില്ല,
ആ ആളിനെ കൊണ്ട് വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിന് പരിശ്രമിച്ച അനേകരാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നം എന്നും സ്വർഗത്തിൽ എണ്ണപ്പെട്ടിരിക്കും. എന്നും നിങ്ങൾക്കത് നന്മയായി തന്നെ ഭവിക്കും എന്നാണ് പറയാനുള്ളൂ. ഡോക്ടർമാർ എഴുതി തള്ളി മറ്റ് സഹായത്തിൽ നിവൃത്തിയില്ലാത്തപ്പോൾ പ്രത്യാശയിൽ നിലനിൽക്കാൻ തക്കവണ്ണം സഹായിച്ചവർ അനേകരുണ്ട്. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിയുടെയൊക്കെ ഒരു മിസ്റ്റർ ജോബി പറയുകയുണ്ടായി, എല്ലാ സമയങ്ങളിലും ആര് നാട്ടിൽ മധ്യേ തന്നെ അവിടെ എത്തും. ശാലോ മാസികയുടെ പ്രവർത്തകർ. ഞാൻ പലപ്പോഴും വീട്ടിൽ കടന്നപ്പോൾ എനിക്ക് തോന്നിയ എന്നെ ആകർഷിച്ച ഏറ്റവും 2 കാര്യങ്ങൾ എന്നാണ് എനിക്ക് ആകർഷിച്ചത്. ഒന്ന്, അലീഷയുടെ ചിരിയോടെയുള്ള ആ ഒരു മുഖം. തളർന്ന് വീൽച്ചേറിയിരിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ ഏത് സമയങ്ങളിലും ചിരിച്ചുകൊണ്ടുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ചിന്തിക്കാതെ വളരെ പുഞ്ചിരിയുടെ ആത്മാർത്ഥത്തോടെ ചിരിക്കുകയുണ്ടായി. ഞാൻ താമസിക്കുന്ന ഇവിടെ 180-200 മൈൽ ദൂരെയാണ്. അവിടെ എൻ്റെ സുഹൃത്തുക്കൾ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ക്യാൻസറുമായിട്ട് ബുദ്ധിമുട്ടി. ഒരാൾ 5 വയസ്സുള്ള ആൺകുഞ്ഞ് ബ്രെയിൻ ട്യൂമറുമായിട്ട് ബുദ്ധിമുട്ടുന്നു. രണ്ടാമത്തെ കുഞ്ഞ് 6 മാസം പ്രായമുള്ളത് 2 കിഡ്നി റിമൂവ് ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വന്നു. ഈ കാര്യം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അലീഷ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പേര് മേടിച്ചു, പ്രാർത്ഥിച്ചു. ഈ മരിക്കുന്ന അന്ന് വരെയും ബോധം ഉള്ള അന്ന് വരെയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലപ്പോഴും പറയും, മാലാഖമാരടുത്ത് നിൽക്കുന്നു, ദൈവസന്നിധിയിൽ പോകുന്നു, അവർക്ക് സൗഖ്യം വരുമെന്ന് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആരോഗ്യമില്ലാത്തപ്പോൾ പറയുണ്ടായി. തീർച്ചയായിട്ടും നാം ഓർക്കണം, 12 വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ പ്രതീക്ഷയും ഇത്രയും പ്രായമായ നമുക്കില്ലാതെ പ്രത്യാശയും പ്രതീക്ഷയും വിശ്വാസവും ആ കുഞ്ഞിനും തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ്. ഞാനിവിടെ ഓർക്കുക, അത് ഈ ലീഫിൽ എഴുതിയിട്ടുണ്ട്, അലീഷ എ ലൈറ്റ് ഹൗസ് ഓഫ് ഫെയ്ത്ത്. തീർച്ചയായിട്ടും എത്ര അർത്ഥവത്തായ ഒരു വാക്കാണത്. തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാവരുടെയും ഹൃദയ സ്ഥാനം പിടിച്ച് വളരെ മാതൃകാപരമായ നല്ലൊരു ജീവൻ നയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിയുമില്ല. തീർച്ചയായിട്ടും അതുപോലെ ബ്രദർ ഐസക്, ബ്രദർ ജോസ്, എക്യുമെനിക്കൽ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ, അത് രണ്ടാമത്തെ കാര്യം അലീഷയുടെ ജീവൻ. രണ്ടാമത്തത് ഈ ഒരു ക്ലാസ്സുകളെയും ഒരു സഹപ്രവർത്തകരും മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെയും എന്നും അവിടെ പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ടായിരുന്നു. 2 പേരോ 3 പേരോ ഉള്ളെങ്കിൽ അവരുടെ പായിട്ട് പ്രാർത്ഥിക്കുകയും വേദോത്സവം വായിക്കുകയും ഈ കുടുംബത്തിന് വേണ്ട ധൈര്യം കൊടുക്കുകയും ചെയ്യുന്നു. അതിലുപരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിലും ആരെങ്കിലും ഒരു ഫാമിലി ആ കുടുംബത്തിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നതിന് തയ്യാറായിരുന്നു. പേര് പറയുന്ന അനേകരുണ്ട്. ഇതൊന്നും നാട്ടിൽ നിന്ന് ലഭിക്കാത്തത് എനിക്കറിയാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുമില്ല. പക്ഷെങ്കിൽ ഈ കുടുംബത്തോട് നിങ്ങൾ കാണിച്ച വലിയ നന്ദിക്കും എന്നും കടപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ഇന്നുവരെ ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുകയും പലപ്പോഴും കാണിച്ചിട്ടുള്ള ഒരു വിനോദ്, സണ്ണി, ബാബു, മിസ്റ്റർ സുനിൽ, റോബി, ഇടുക്ല, ജിജു, സുനിൽ, അനേകരുണ്ട്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ട് ദയവായി ക്ഷമിക്കണമേ. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകിച്ച് നന്ദി. അതുപോലെ ബെസ്റ്റോൾ ഇടവേള വൈസ് പ്രസിഡന്റായിരുന്ന മിസ്റ്റർ ഉമ്മൻ അബ്രഹാം, അച്ഛനാവുന്ന പ്രയത്നത്തോട് തുടങ്ങിയ ഒരാൾ വളരെ സമയം രാത്രി വൈകുന്നവരെയും ആ ഭവനത്തിൽ ഇരുന്ന് സഹകരിക്കുകയുണ്ടായി. എല്ലാ രീതിയിലും ആഹാരവും മറ്റുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ആ വീട്ടിൽ എന്ത് വേണമോ വളരെ കൃത്യമായിട്ട് എല്ലാവരും സഹകരിച്ചു. എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. വളരെ നന്ദി. അതുപോലെ ജിഎമ്മയുടെ പ്രസിഡന്റ് ഡോക്ടർ ബിജു ഇവിടെ അനുശോചനം അറിയിച്ചല്ലോ. അദ്ദേഹം നല്ലൊരു ടീം പ്രവർത്തിച്ചു. ഇന്ന് നമുക്ക് രാവിലെ മുതൽ ഇന്നുവരെ കാണാം. കൃത്യമായി ഓരോ അംഗങ്ങളും ഓരോ കുടുംബാംഗങ്ങളും ഓരോരുത്തരും ഓരോ ചുമതല ഏറ്റെടുത്ത് വളർന്നു ചെയ്ത് തീർച്ചയായിട്ടും അലീഷയോടും ഞങ്ങളുടെ കുടുംബത്തോടുമുള്ള സ്നേഹവും സഹകരണം കാണാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നേർ നൽകിയ എല്ലാ അച്ഛന്മാരോടും എല്ലാവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ ചുരുക്കമായിലൂടെ അറിയിക്കട്ടെ. സഹകരിച്ചവരുടെ എല്ലാ നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് കാണാവുന്ന പ്രത്യാശയും നമുക്ക് അലീഷയെ നമുക്ക് യാത്രയാക്കാം. തീർച്ചയായിട്ടും ഇതൊരു മരണമല്ല, ഇതൊരു അവസാനമല്ല, ഒരു തുടക്കമാണ്. നമ്മുടെ സഭയുടെ വൈദികരുടെ ശവസംസ്കാര സ്ഥിതിയിൽ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, യാത്രയാക്കുന്ന ഒരു യാത്രാ മൊഴിയുണ്ട്. ഈ യാത്രയുടെ അവസാന വാക്കുകൾ ഇങ്ങനെയാവുന്നത് എഴുതിയിരിക്കുന്നത്, ഇതാ പിടിമാടം വരെ ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു. ഇനി നീ ചെയ്ത സൽപ്രവൃത്തികളും ദൈവദൂതന്മാരുടെ സംസർഗവും അങ്ങോട്ടുള്ള യാത്രയിൽ നിനക്ക് തുണയാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ പൊതുവെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ആരും ഈ കാണാനില്ല എന്ന് വിശ്വസിക്കുന്നു. ആ പ്രോഗ്രസ് എല്ലാം മാറ്റി ഓർമ്മ ചെറുതാക്കി സാധിക്കും. ഈ ശരീരത്തെ ഞങ്ങളുടെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഞാൻ പാളോയായി പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന വെള്ളങ്ങളെ ഞാൻ കണ്ടു. അതുപോലെ അവരുടെ നാശത്തിലെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും എന്റെ ദേവിയോട് പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാർ പ്രഭുക്കന്മാർ പൊന്ന് ശേഖരിക്കുന്നത്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി
അനുഗ്രഹിക്കുന്നത് പിതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിലയിൽ ഉൾക്കൊള്ളുന്നതിന് പിതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ നമ്മുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് പിതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തികൾ നിഗളിക്കുന്നത് പിതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചണ്ടാടുന്നത് ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ നിങ്ങളോടുകൂടെ നീങ്ങുന്നു മനുഷ്യൻ താൽക്കാലികനാകുന്നെന്നും അവന്റെ ദിവസങ്ങൾ ആകെ പോലെ മാഞ്ഞു പോകുന്നവയാകുന്നെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് മാടിപ്പോകുന്നെന്നും അവയിൽ പാടി നിങ്ങളെ കേൾപ്പിക്കാം ഇത് നിമിത്തമായി മരിച്ചവരെ കേൾപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസമാണ് നമുക്ക് പറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ നിന്റെ കൃപയാൽ ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേ ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവും ആയിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാംസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയാണ് യേശുശിയെക്കുറിച്ചുള്ള ഒരു സ്നേഹത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും കാക്കട്ടെ. പിതാവ് സുഹായമായ നിങ്ങളോടുകൂടി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സർവദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിഞ്ഞ സദാമോഷണങ്ങളെ തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷ അവിടെ അവസാനിച്ചു. ഓടി കവർ ചെയ്ത ശേഷം നമ്മുടെ സെമിട്രിയിലേക്ക് പോവുകയാണ്. നമുക്ക് 10 മിനിറ്റുള്ളിൽ സെമിട്രിയിൽ ചെന്നെത്തണം. അതുകൊണ്ട് വളരെ വേഗം നിങ്ങളുടെ വാഹനങ്ങളിൽ കയറുക. ഓടിച്ചതിന് ശേഷം ക്ലാസ്സിൽ പേർ പ്രവർത്തിച്ച് മൃതദേഹം അടക്കം ചെയ്യുക. അവിടെ തന്നെ അടുത്തുള്ള പ്രസ്ബറി ഹോളിൽ ഏതാ ഇവിടെ അവിടെ അതാ ഇതാ
മഴയൻ്റെ പാർപ്പിടം ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര വേഗം നിന്നെ കാണും ഞാൻ. യേശുനിനക്കായി ക്രൂശിന്മേൽ മരിച്ചതു കാൺ ഈശൻ നിന്റെ മരണത്തെ ജയിച്ചവന്താൻ നാശകന്റെ തല ചതച്ചോൻ നമ്മെയെല്ലാം ഉദ്ധരിച്ചോൻ വിശ്വാസികൾക്കവൻ പ്രത്യാശയുമുണ്ടാക്കി സ്നേഹം നിറഞ്ഞ യേശുവേ നിന്നാഗമനം സ്നേഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദോഷമേന്യേ കാത്ത ഖേദമുള്ളോരെ നീ മോദിപ്പിച്ചിടണമേ. പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് പ്രത്യാശയോടെ വിശ്വാസം പ്രിയപ്പെട്ട മകളെ യാത്ര ചെയ്യുവാനെ സഹായിച്ചല്ലോ. കർത്താവ് രാവലകളിൽ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് ഇവിടുന്ന് കൂടിയിരുന്നല്ലോ. കർത്താവെ അലീഷയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് കർത്താവെ ഞങ്ങളെ മഹത്വപ്പെടുന്നു. കർത്താവെ നന്ദി കരയറ്റുന്നു. കർത്താവെ എത്ര വർഷം ജീവിച്ചു എന്നതിനൊക്കെ അപ്പുറമായി എപ്രകാരം ജീവിച്ചു എന്ന് കർത്താവെ ഓർക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല ഓർമ്മകളുമായ കർത്താവെ ഞങ്ങൾക്ക് ഇപ്പോഴും കർത്താവെ ഇതിനൊക്കെ മഹത്വം കയറ്റുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവാർത്താമരിയുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വസിപ്പിക്കുന്നതിന് പ്രത്യേകം ബലപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു മിശിഹാവിനും പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നാമസ്മരണമേ, മഹത്വവും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും നാം എല്ലാവരോടും നാം ഓർത്ത് പാർച്ച എല്ലാ കാര്യങ്ങളും പ്രത്യാൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തോടും ഇവിടെ എല്ലാവരും നിന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഓക്കെ, മണലിടണ്ടേ അവർക്ക്?
യേശുവേ